എല്ലാ കൂട്ടുകാർക്കും അലീസ് വേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നിലമുരിങ്ങയില തോരനാണ്. ഇനി നിങ്ങൾക്ക് നിലമുരിങ്ങയില ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിലമുരിങ്ങയില. ആ കാണുന്നതാണ് ഇതിൻ്റെ കായ്. ഈ വയലറ്റ് കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ പൂവ്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഈ നിലമുരിങ്ങയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ B1, വൈറ്റമിൻ B12, അയൺ എന്നിവയാണ്. അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ നിലമുരിങ്ങയില ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ ഓസ്റ്റിയോപോറോസിനെ പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കും. ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 കൈപ്പിടി അളവിലാണ്. ഇതിപ്പോൾ ഏകദേശം 250 ഗ്രാം കാണും. ഇനിയിപ്പോൾ നമുക്കിതിൽ ആവശ്യമില്ലാത്തത് ഇതിൻ്റെ കായാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പറമ്പിൽ നിന്ന് എടുത്ത് കാരണം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ആവശ്യമായത് 2 സബോള അരിഞ്ഞത്, 2 പച്ചമുളക്, 1 ചുമന്നുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 1 ഗാർലിക്കും വേണേ. പിന്നെ വേണ്ടത് 1/2 കപ്പ് തേങ്ങയും 1 ടേബിൾ സ്പൂൺ കടുകും. ഇനി നമുക്ക് മുരിങ്ങയില അരിഞ്ഞു വെക്കാം. നമുക്ക് ബൗൾ എടുത്തിട്ട് നമുക്ക് തേങ്ങ ബൗളിലോട്ട് ഇടാം. നമുക്ക് സബോള ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മഞ്ഞൾപ്പൊടി തേങ്ങയിലും സബോളയിലും ചേർന്ന് പിടിക്കുന്നോളം വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായ ശേഷം മാത്രമേ കടുക് ഇടാൻ പാടുള്ളൂ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ കടുകെല്ലാം തന്നെ ഏകദേശം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലൂടെ നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന നിലമുരിങ്ങ ഇല ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ തേങ്ങ കുറവാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ കടുകും ആ ഉള്ളിയും വെളിച്ചെണ്ണ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നോളം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇത് സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ട് ഇളക്കി കൊടുക്കുക. ഞാൻ കാണിച്ചാൽ ഈ വശമില്ലേ, ഈ വശം കൊണ്ട് ഇളക്കി കൊടുക്കുക. കാരണം ഇത് ഇലയായതുകൊണ്ട് വേഗം തന്നെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ബാക്ക് വശം കൊണ്ട് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. നിങ്ങൾ വേവിക്കാൻ വെക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇലയായതിൻ്റെ വേഗം അതുകൊണ്ട് നിങ്ങൾ കരിഞ്ഞു പിടിക്കാതെ സൂക്ഷിക്കുക. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഞാനിതൊന്ന് ബൗളിലോട്ട് മാറ്റിയിട്ട് കാണിക്കാവേ. അപ്പം നമ്മുടെ നിലമുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ജസ്റ്റ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് ബൈ.